മുതലമടയിൽ നിന്നും കാണാതായ ആദിവാസി വയോധികനെ കണ്ടെത്തി. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മുതലമടയിൽ നിന്നാണ് ഇയാളെ കണ്ടെത്തിയത്. വെള്ളയൻ എന്ന യുവാവിനെ ഫാം സ്റ്റേ ഉടമ പൂട്ടിയിട്ട വിവരം പുറത്തറിയിച്ചത് തിരുനാവുക്ക് അരസായിരുന്നു. ഫാം സ്റ്റേ ഉടമയെ പേടിച്ച് ഒളിവിൽ പോയതെന്നാണ് അരസിന്റെ മൊഴി. ഗോകുൽ തുടരുന്നുണ്ട്. ഗോകുൽ, എന്താണ് ഇയാളെ കണ്ടെത്തുമ്പോൾ അയാളിൽ നിന്നും അറിയാൻ കഴിയുന്നത്? ഇന്നലെ വൈകിട്ട് മുതലാണ് അരസിനെ കാണാതായത് മുതൽ തന്നെ ഇവിടെയുള്ള ആദിവാസി നേതാക്കൾ പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷണം നടത്തി. അങ്ങനെയാണ് അരസിനെ ഈ പരിസരത്ത് വെച്ച് തന്നെ, അതായത് മുതലമടയുടെ പരിസരത്ത് വെച്ച് തന്നെ കണ്ടെത്തിയത്. ഇപ്പോൾ അയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പോലീസ് ചോദിച്ചറിയുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത് ഈ ഹോം സ്റ്റേ ഉടമയെ പേടിച്ചുകൊണ്ടാണ് ഇയാൾ ഒളിവിൽ പോയത്, അല്ലെങ്കിൽ മാറി നിന്നതെന്നാണ്. ഇപ്പോൾ അതിൽ പരാതി നൽകിയത്, അരസിനെ കാണാതായതിൽ പരാതി നൽകിയ വ്യക്തി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ പോലീസിനോട് പ്രാഥമികമായി പറഞ്ഞത് ഇത്തരത്തിൽ ഹോം സ്റ്റേ ഉടമയെ പേടിച്ച് പോയെന്നാണ്. അതെന്താണ്, കൂടുതൽ വിവരങ്ങൾ അറിയൂ? അല്ല, ആള് നേരത്തെ തന്നെ ഞങ്ങളോട് പറഞ്ഞത് എനിക്ക് ജീവന ഭീഷണിയുണ്ട്, ചിലപ്പോൾ ഞാൻ കൊല്ലപ്പെട്ടാലും വെള്ളം രക്ഷിക്കണം. അപ്പോൾ നിങ്ങൾ അവിടെ ഫോമിൽ വരിക, അവിടെ വന്ന് ഇയാളുടെ പേര് തിരുനാവുക്കരസ് എന്ന് പറയുമ്പോൾ തന്നെ വിളിക്കുന്ന പേര് വന്ന് മേസൻ എന്നാണ്. മേസൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ എത്തിയിട്ട് വന്ന് മറ്റേ ആളിന് കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. ഞങ്ങൾ വന്നിട്ട് മേസൻ തെരഞ്ഞ് മേസൻ കിട്ടിയിട്ടില്ല. മേസൻ അന്ന് തൊട്ട് ഒളിവിലാണ്. അപ്പോൾ ഇപ്പോഴും മറ്റേ തിരുനാവുക്കരസ് കിട്ടിയതിൽ പരാതിക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് സന്തോഷമുണ്ട്. അതുമാത്രമല്ല, ഈ പരാതി സ്വീകരിക്കാൻ കൊല്ലങ്കോട് പോലീസുകാർ ഒരുപാട് പരാതി കൊടുക്കാൻ ഏറ്റില്ല. ഒന്ന് പോലീസുകാർ ഇന്നലെ പറഞ്ഞിട്ടുള്ളത്, പരാതി കൊടുക്കാൻ അർഹതയുള്ളവർ ഒന്ന് കുടുംബക്കാരാർക്കണം, അല്ലെങ്കിൽ ഇവരുടെ എന്തെങ്കിലും രീതിക്ക് ഒരു ബന്ധുക്കളാർക്കണം. നിങ്ങൾ ഏത് രീതിക്ക് നിങ്ങൾ ബന്ധുക്കളല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ പരാതി ബന്ധുക്കളില്ലേ? ഇല്ല, ഞങ്ങളുടെ അറിവിലില്ല. ഇല്ല, അയാൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നാണ് അന്ന് പറഞ്ഞത്. ഇപ്പൊ വടക്കഞ്ചേരിന്ന് ഇവർ പറയണു. അപ്പോൾ പരാതി ഏൽക്കാൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം നിർബന്ധിച്ച് പിന്നെയാണ് എന്നോട് മൊഴിയെടുത്തത്, പരാതി കൊടുത്തത്. ഇപ്പം എന്തായാലും പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഹോം സ്റ്റേ ഉടമയെ പേടിച്ചിട്ട് പോയതാണെന്നാണ് പറയുന്നത്. അതെന്നെ ഉറപ്പാണ്. ഇപ്പോഴും ഞങ്ങൾ പറയുന്നത്, ഇപ്പോഴും അയാൾ സേഫ്റ്റി അല്ല. ഇയാൾ പ്രഭു അറസ്റ്റ് ചെയ്ത് നിയമപരമായി ശിക്ഷിക്കും വരെ തിരുനാവുക്കരസന്റെ ജീവിതം സേഫ്റ്റി അല്ല. ഏതായാലും പ്രഭുവിനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത്. ഇദ്ദേഹമാണ് പിന്നീട് ഈ പഞ്ചായത്ത് അംഗങ്ങളെ വിവരം അറിയിച്ച് അവരാണ് എത്തിയത്. ഇപ്പോൾ നിങ്ങൾ അറിയുമ്പോൾ പോലീസിന്റെ ഒരു മനോഭാവം എങ്ങനെയായിരുന്നു? ഞങ്ങൾ ഇന്നലെ തിരുനാവുക്കരസ് ഞങ്ങൾ അപ്പളെ തേടി. ഞങ്ങൾക്ക് വെള്ളയും കിട്ടിയതും അദ്ദേഹം പറഞ്ഞത്, ഞാനും നിങ്ങളുടെ കൂടെ വരാം, നിങ്ങൾ വന്നാൽ വെള്ളയനെ രക്ഷപ്പെടുത്താൻ ഞാനും നിങ്ങളുടെ കൂടെ വരാം, എനിക്ക് ഇവിടെ ജോലി ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങളുടെ കൂടെ വരാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വെള്ളയനെ മേക്കുകയും ചെയ്യും. പിന്നെ 1 മണിക്കൂറായി കാട്ടിനുള്ളിൽ ഞങ്ങളെല്ലാം സ്ത്രീകളൊക്കെ ഒരു 12 മണി വരെ അവിടെ പോയി എല്ലാം കറങ്ങി. അയാൾ കിടക്കുന്ന റൂം നോക്കിയാൽ ഒരു പാമ്പ്, അത്ര പാമ്പുകളുള്ള സ്ഥലത്തിലാണ് ഈ പുള്ളി താമസിച്ചത്. അവിടെ പോയി ഞങ്ങൾ നോക്കുമ്പോൾ ആളില്ല. ഒരുപാട് മർദ്ദിച്ചിരുന്നു അല്ലേ? അതായത് ഇതുമായി ബന്ധപ്പെട്ട് പറയണത്, ഈ മേശൻ പറയുന്ന ആൾ തന്നെ 10-20 കൊല്ലമായി അവിടെ ജീവിച്ചും ഇതേപോലുള്ള കൊടിയ മർദ്ദനങ്ങൾക്ക് വിധേയമായും അദ്ദേഹത്തിന്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ട അവസ്ഥയിലും ഒക്കെയാണ് കാണിച്ചു തന്ന മേശൻ തിരുനാവുക്കരസ്. അദ്ദേഹത്തെ ഞങ്ങൾ വെള്ളയനെ രക്ഷപ്പെടുത്തി പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തെ കൂടി രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തുണ്ടായി. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നീതി നടപ്പിലാക്കേണ്ട ഇത്രയും അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു മേഖലയിൽ പോലീസ് ഇതുവരെ കണ്ടില്ല എന്ന് മാത്രമല്ല, പോലീസോ എക്സൈസോ കണ്ടില്ല എന്ന് മാത്രമല്ല, അവിടെ ഞങ്ങൾ പോയി ജനപ്രതിനിധികളും തിരഞ്ഞ് കണ്ടെടുത്ത് കൊടുത്തിട്ട് പോലും ആ തിരുനാവുക്കരസിനെ തിരയുന്ന ഭാഗത്ത് നമ്മൾ തേടി വന്ന ആൾ കിട്ടിയില്ലേ, നമുക്ക് തിരിച്ചു പോകാം എന്ന നിലപാട് സ്വീകരിക്കുകയാണ് കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തു നിന്നുണ്ടായത്. വല്ലാത്ത അനാസ്ഥയാണ്. പോലീസ് തന്നെയാണ് 2 മണിക്കൂർ ഇന്നലെ ഞങ്ങൾ മാരിപ്പണ്ണൻ നേരെ വെള്ളയനെ ഹോസ്പിറ്റലിൽ നിന്ന് കൂട്ടിയിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് തിരുനാവുക്കരസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ബന്ധുക്കാർ വന്നാൽ മതി, നിങ്ങൾ ആരാണെന്നുള്ള ചോദ്യത്തിലെയാണ് കൊല്ലങ്കോട് പോലീസ് ഇന്നലെ പെരുമാറിയത്. എനിക്കൊരു ജനപ്രതിനിധിക്ക് ഇങ്ങനെ ഒരു നില എന്ന് പറയുമ്പോൾ സാധാരണപ്പെട്ട ജനങ്ങൾ എന്താകുമെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കണം. കുറെ സമയത്തിന് ശേഷമാണ് ഏതായാലും പരാതി പോലീസ് എടുത്തത് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. ഏതായാലും പോലീസ് പരാതി സ്വീകരിച്ച് അന്വേഷണം നടത്തി ഇപ്പോൾ അയാളെ അരസിനെ കണ്ടെത്തി എന്നുള്ളത് ഒരു സന്തോഷകരമായ വാർത്തയാണ്. പക്ഷേ അരസിന്റെ ജീവിതം സുരക്ഷിതമാകണമെങ്കിൽ പ്രഭു പോലീസിന്റെ പിടിയിലാകണം എന്നുള്ളതാണ് പഞ്ചായത്ത് അംഗങ്ങളും അതോടൊപ്പം തന്നെ പ്രദേശവാസികളും ആദിവാസി നേതാക്കളും ഒക്കെ വ്യക്തമാക്കിയത്.